എല്ലാ വ്യൂസിനും മൈ സ്കൂട്ടർ വേൾഡിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള 5 സ്കൂട്ടറുകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ 5ാം സ്ഥാനത്തായിട്ട് വരുന്നത് നമ്മുടെ യമഹയുടെ ഒരു സ്കൂട്ടറാണ്. യമഹയുടെ ഫസീനോ 125 സീരീസിലുള്ള ഫസീനോ 125S ഹൈബ്രിഡ് മോഡലാണ് നമ്മൾ 5ാം സ്ഥാനത്ത് കൊടുക്കുന്നത്. ഫസീനോൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ മെയിൻ്റനൻസും വളരെ കുറവാണ്. അത് കൂടാതെ യമഹയുടെ ഓരോ സ്പെയർ പാർട്സിനും ഹൈലി ഡ്യൂറബിൾ ആണ്. വെച്ചാൽ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് വണ്ടിയുടെ പാർട്സ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഓരോ പാർട്സിനും വളരെയധികം കാലം നമുക്ക് ലൈഫ് കിട്ടുന്നതാണ് മറ്റേത് ബ്രാൻഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴും. ഇതൊക്കെയാണ് ഫസീനോൻ്റെ പ്രത്യേകത. ഫസീനോൻ്റെ നമുക്ക് എടുത്ത് പറയുന്ന മറ്റൊരു കാര്യങ്ങളെന്ന് വെച്ചാൽ മറ്റു ഫീച്ചേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തരാം നിങ്ങൾക്ക്. ഫസീനോൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നതെല്ലാം തന്നെ LED ഹെഡ്ലൈറ്റ്സ് ആണ്. അത് ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് ആയിക്കോട്ടെ, ഹെഡ്ലൈറ്റ് ഡിമ്മ് ബ്രൈറ്റ് ആയിക്കോട്ടെ, എല്ലാം തന്നെ LED ബൾബാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഹെഡ്ലൈറ്റിന് ചുറ്റും നല്ല പ്രീമിയം ക്രോം ബാഡ്ജിങ് വരുന്നുണ്ട്. എസ് മോഡലാകുമ്പോൾ മിററും ഗ്ലോസി ബ്ലാക്ക് കളറിലുള്ള അടിപൊളി മിറേഴ്സാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ മറ്റു കാരണം വെച്ചാൽ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഫെൻഡർ വരുന്നത് ഫുൾ മെറ്റലാണ്. നമുക്ക് മെറ്റൽ ഫെൻഡർ തന്നെ ലഭിക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ ഫ്രണ്ട് വീല് വരുന്നത് 12 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സാണ് വരുന്നത്. 12 ഇഞ്ച് അലോയ് വീൽസ് വരുന്നുണ്ട്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ അവൈലബിൾ ആണ്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ എല്ലാ ഫസീനോൻ്റെയും റേസറിൻ്റെ എല്ലാ മോഡലിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. വാഹനത്തിന് ആകെ വെയിറ്റ് വെറുതെ 98 കിലോ മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യം കുറവെന്ന് തന്നെ പറയണം. 145 മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ആകെ വീൽ ബേസ് 1280 മില്ലിമീറ്ററാണ്. നിങ്ങൾ നോർമൽ മോഡൽ വിട്ടിട്ട് ഹൈബ്രിഡ് മോഡലാണ് എടുക്കുന്നതെങ്കിൽ ഫുൾ ഡിജിറ്റൽ മീറ്റർ അവൈലബിൾ ആണ്. അതിന് നമുക്ക് ഫോണിൻ്റെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമുക്ക് വണ്ടി ലഭിക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റ് വരുന്നത് വെറുതെ 785 മില്ലിമീറ്റർ മാത്രമേ വരുന്നുള്ളൂ. വാഹനത്തിന് അണ്ടർ സീറ്റ് സ്റ്റോറേജ് 21 ലിറ്ററാണ് വാഹനത്തിന് അണ്ടർ സീറ്റ് സ്റ്റോറേജ് വരുന്നത്. എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 8.2 BHP ആണ് മാക്സിമം പവർ വരുന്നത്. 10.3 ന്യൂട്ടൺ മീറ്റർ ആണ് മാക്സിമം ടോർക്ക് വരുന്നത്. പിന്നെ നമുക്ക് മൈലേജ് ഒരു 65-70 ഒരു അടിപൊളി മൈലേജ് ഫസീനോ നമുക്ക് നൽകുന്നുണ്ട്. ടോപ്പ് സ്പീഡ് വരുന്നത് 91 km/h ആണ്. വാഹനത്തിൻ്റെ ബാക്ക് സൈഡിൽ ലൈറ്റ്സ് എല്ലാം തന്നെ ഹാലജൻ ബൾബുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് ടയർ നമുക്ക് ഫ്രണ്ട് 12 വരുമ്പോൾ ബാക്ക് സൈഡ് 10 ഇഞ്ച് ടയറാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അലോയ് വീൽസ് വരുന്നുണ്ട്. 130 mm കോമ്പി ബ്രേക്ക് സപ്പോർട്ടും നമ്മുടെ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ വാഹനത്തിന് അണ്ടർ സീറ്റ് സ്റ്റോറേജ് വരുന്നത് 21 ലിറ്ററാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഫസീനോ എന്ന മോഡലിനെ നമുക്കെടുത്ത് പറയാവുന്ന ഫീച്ചേഴ്സ്. അത്യാവശ്യം നല്ലപോലെ ഡ്രൈവിംഗ് കംഫർട്ട് തരുന്ന സീറ്റിംഗ് പൊസിഷനും അതുപോലെ തന്നെ വലിപ്പവും വീതിയുള്ള നല്ല അടിപൊളി സീറ്റുകളാണ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സർവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് സർവീസ് എന്തായാലും ഓൾമോസ്റ്റ് ഫ്രീ ആയിരിക്കും. സെക്കൻഡും തേർഡെല്ലാം തന്നെ ഒരു 2000 രൂപ താഴെ മാത്രമേ നിങ്ങൾക്ക് ചാർജ് ആവത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് 4ാമത്തെ സ്ഥാനത്ത് വരുന്ന വാഹനം ഏതാണെന്ന് നോക്കാം. യമഹയുടെ തന്നെ മറ്റൊരു സ്കൂട്ടറായ ZR ഹൈബ്രിഡ് മോഡലാണ് 4ാം സ്ഥാനത്ത് നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. വാഹനത്തിൻ്റെ അടുത്ത് പറയുന്ന ഫീച്ചർ എന്ന് വെച്ചാൽ ഇതൊരു സ്കൂട്ടറിൻ്റെയും അതുപോലെ തന്നെ മോട്ടോർ സൈക്കിളിനെയും കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു അർബൻ ഡിസൈൻ തന്നെ പറയാം. അതുകൊണ്ട് യങ്സ്റ്റേഴ്സിനെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ മൈലേജ്, പെർഫോമൻസ് ഇത് രണ്ടും വളരെ അട്രാക്റ്റീവാണ്. അതുകൂടാതെ യമഹയുടെ പാർട്സിൻ്റെ ഡ്യൂറബിലിറ്റി എല്ലാ മേജർ ടൗണുകളിലും സർവീസ് സെൻറ്റർ അവൈലബിൾ ആണ്. ഇതെല്ലാം തന്നെയാണ് ഈ വാഹനത്തെ 4ാം സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ വാഹനത്തിന് ഫ്രണ്ട് ഫെൻഡർ വരുന്ന മെറ്റൽ ബോഡി തന്നെയാണ്. ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ വരുന്നുണ്ട്. 12 ഇഞ്ച് അലോയ് വീൽസും 12 ട്യൂബ്ലെസ് ടയേഴ്സും വരുന്നുണ്ട്. ഫ്രണ്ട് സിംഗിൾ കാലിപ്പർ യൂസ് ചെയ്തിട്ടുള്ള ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ്. ഫ്രണ്ടിൽ നമുക്ക് ഡേ ടൈം റണ്ണിങ് ലൈൻസും HID ഹെഡ്ലൈറ്റ്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാഹനത്തിൻ്റെ ടോട്ടൽ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 145 മില്ലിമീറ്ററാണ്. ടോട്ടൽ വെയിറ്റ് വരുന്നത് 98 കിലോ മാത്രമാണ്. ആകെ വീൽ ബേസ് 1280 മില്ലിമീറ്ററാണ്. ഈ വാഹനത്തിനും ഫുൾ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ഡിജിറ്റൽ കണക്ടിവിറ്റിയോട് കൂടിയുള്ള ഒരു അടിപൊളി മീറ്റർ വരുന്നുണ്ട്. ഇതിന് ഫോണ്, കോള്, SMS എല്ലാ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ എഞ്ചിൻ ഓയിൽ, വി ബെൽറ്റിനെല്ലാം കേടാവുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുന്നു. വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റ് 785 മില്ലിമീറ്ററാണ്. 21 ലിറ്ററാണ് വാഹനത്തിൻ്റെ സീറ്റിൻ്റെ താഴെയുള്ള സ്റ്റോറേജിൻ്റെ സ്പേസ് വരുന്നത്. 5.1 ലിറ്ററാണ് വാഹനത്തിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി. നമുക്ക് 125 cc ഹൈബ്രിഡ് ടെക്നോളജീസ് വഴി വാഹനത്തിൻ്റെ മാക്സിമം പവർ വരുന്നത് 8.2 BHP ആണ്. 10.3 ന്യൂട്ടൺ മീറ്റർ നമുക്ക് പവർ ഇടുന്നുണ്ട്. ടോപ്പ് സ്പീഡ് വരുന്നത് 91 km/h ആണ്. മൈലേജ് നമുക്കൊരു 70-72 റേഞ്ചിലുള്ള മൈലേജും അടിപൊളി നമുക്ക് കിട്ടുന്നുണ്ട്. വാഹനത്തിൻ്റെ റിയർ സൈഡും ഹാലജൻ ബൾബ് യൂസ് ചെയ്തിട്ടുള്ള നല്ല 3 ഡയമെൻഷനുള്ള അടിപൊളി ടൈലേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ബാക്ക് സൈഡ് ടയറും നമുക്ക് 10 ഇഞ്ച് സെയിം ടു സെയിം യമഹയിലെ പോലെ തന്നെ, അതായത് നമ്മുടെ ഫസീനോയിലെ പോലെ തന്നെ 10 ഇഞ്ച് ട്യൂബ്ലെസ് ടയറും അലോയ് വീൽസും കോമ്പി ബ്രേക്ക് സപ്പോർട്ടും നമുക്ക് ZRൻ്റെയും റിയർ സൈഡിൽ ലഭിക്കുന്നുണ്ട്. ZRൻ്റെ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി വീതിയുള്ള സീറ്റാണ്. പക്ഷേ 2 പേർക്ക് കറക്റ്റായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷേ ഫസീനോൻ്റെ സീറ്റ് ആകുമ്പോൾ കുറച്ചുകൂടി നീളം ഉണ്ടായിരുന്നു സീറ്റിന്. അപ്പോൾ ആ ഒരു പരിമിതി ഇതിൽ വരുന്നുണ്ട്. പക്ഷേ എന്നാൽ തന്നെ നല്ല പെർഫോമൻസ് ആണ്, നല്ല സീറ്റിംഗ് പൊസിഷനാണ്. അടിപൊളിയായിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാ സ്പെയർ പാർട്സുകളിലും പാർട്സ് അവൈലബിൾ ആണ്. സർവീസും വലിയ കാര്യമായിട്ടൊന്നും നമുക്ക് കോസ്റ്റ് വരത്തില്ല. അപ്പോൾ നമുക്കിനി ഇന്നത്തെ വീഡിയോയിൽ 3ാം സ്ഥാനം വരുന്ന സ്കൂട്ടർ ഏതാണെന്ന് നോക്കാം. 3ാം സ്ഥാനം വരുന്ന സ്കൂട്ടർ നമുക്ക് എല്ലാവരെയും
എന്താ പറയുക, കുറേ ആളുകൾ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അടിപൊളി ഫാമിലി സ്കൂട്ടറാണ്. അതെ, ടി വി എസിൻ്റെ ജുപ്പിറ്റർ സീരീസിലുള്ള ജുപ്പിറ്റർ 110cc സ്മാർട്ട് കണക്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന സ്കൂട്ടറാണ് നമ്മൾ 3-ാം സ്ഥാനത്തേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ സ്മാർട്ട് കണക്റ്റുള്ള സ്കൂട്ടർ തന്നെ എടുക്കണം എന്നില്ല. നോർമൽ ജുപ്പിറ്റർ 110 ZXോ അല്ലെങ്കിൽ സ്മാർട്ട് കണക്ഷൻ ഇല്ലാതെ 110cc ജുപ്പിറ്റർ എടുത്താലും വലിയ മോശമൊന്നുമില്ല. നമുക്ക് ഈ സെയിം ടു സെയിം മെയിൻ്റനൻസും സർവീസ് കോസ്റ്റും മാത്രമേ വരത്തുള്ളൂ. വാഹനത്തിൻ്റെ ഫ്രണ്ട് സീരീസിനെ കുറിച്ച് പറയാം. നമുക്ക് ഫ്രണ്ട് ഹാൻഡിൽ കവർ, ഫ്രണ്ട് ഫെൻഡർ, അതുകൂടാതെ ഫെൻഡറിൻ്റെയും ഹാൻഡിലുള്ള വലിയ പോർഷൻസ് എല്ലാം തന്നെ ഫുൾ മെറ്റലാണ്. ഒരു മാക്സിമം മെറ്റൽ യൂസ് ചെയ്തിട്ടുള്ള ബോഡിയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സും LED ഹെഡ് ലൈറ്റ്സും എല്ലാം തന്നെ അവൈലബിൾ ആണ്. ഫ്രണ്ട് ഫെൻഡർ ഇതുപോലെ തന്നെ മെറ്റലാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഈ വാഹനത്തിലും ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. 12 ഇഞ്ച് അലോയ് വീൽസ് വരുന്നുണ്ട്. 12 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രേക്കിംഗ് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് കോമ്പി ബ്രേക്ക് സപ്പോർട്ട് അവൈലബിൾ ആണ്. ഫ്രണ്ടും ബാക്കും 130 mm ഡ്രം ബ്രേക്സ് ആണ് കമ്പനി യൂസ് ചെയ്തിരിക്കുന്നത്. വാഹനത്തിൻ്റെ ആകെ വെയിറ്റ് വരുന്നത് 108 കിലോ മാത്രമേ വരുന്നുള്ളൂ. ഗ്രൗണ്ട് ക്ലിയറൻസ് അല്പം കൂടി കിട്ടുന്നുണ്ട്. 163 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പിന്നെ മറ്റൊരു കാരണം വെച്ചാൽ വാഹനത്തിൻ്റെ എടുത്ത് പറയുന്ന കാര്യം വെച്ചാൽ വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റാണ്. 765 mm മാത്രമേ സീറ്റ് ഹൈറ്റ് വരുന്നുള്ളൂ. മൊബൈൽ ഫോൺ കണക്ട് ചെയ്യാനുള്ളത്, മൊബൈൽ ഫോൺ സൂക്ഷിക്കാനുള്ള ഒരു ഗ്ലോ ബോക്സ് വണ്ടിയിൽ വരുന്നുണ്ട്. സ്മാർട്ട് കണക്റ്റ് മോഡലാകുമ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ കണക്ടിവിറ്റി, അതുകൂടാതെ 10x10 നാവിഗേഷൻ, അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ ഈ വാഹനത്തിൻ്റെ സീറ്റാണ് നല്ല വീതിയുള്ള സീറ്റാണ്. നല്ല എന്താ പറയുക, സോഫ്റ്റ് ആയിട്ടുള്ള കുഷനിങ് ആണ് വേണ്ടത്. അണ്ടർ സീറ്റ് സ്റ്റോറേജ് വരുന്ന 21 ലിറ്റർ നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്ന 5.2 ലിറ്ററാണ്. ഫ്യൂൾ ടാങ്ക് എക്സ്റ്റേണലി ഫ്യൂൾ ഫില്ലിംഗ് ആണ്. നമുക്ക് സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങാതെ നമുക്ക് അവിടെ ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ ഫ്യൂൾ ടാങ്ക് ഇവിടുന്ന് തുറന്ന് വരുന്നതാണ്. അപ്പോൾ നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ തന്നെ സുഖമായിട്ട് ഫ്യൂൽ അടിക്കാവുന്നതാണ്. വാഹനത്തിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി വരുന്നത് 110cc ആണ്. 109cc മാത്രമേ വരുന്നുള്ളൂ. മാക്സിമം പവർ 7.8 bhp, മാക്സിമം ടോർക്ക് 8.8 Nm. വാഹനത്തിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് നമുക്ക് 85 km ആണ് മാക്സിമം ടോപ്പ് സ്പീഡ് വരുന്നത്. റിയർ സൈഡ് 10 ഇഞ്ച് ട്യൂബ്ലെസ് ടയർ തന്നെയാണ് വരുന്നത്. 10 ഇഞ്ച് അലോയ് വീൽ വരുന്നുണ്ട്. സെൻറ്റർ സ്റ്റാൻഡും സൈഡ് സ്റ്റാൻഡും 2 മോഡലും വരുന്നുണ്ട്. കിക്കർ ഈ പറഞ്ഞ എല്ലാ മോഡൽസിലും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ജുപ്പിറ്റർ സീരീസിൻ്റെ എടുത്തു പറയാവുന്ന കാര്യങ്ങൾ. നമുക്ക് ജുപ്പിറ്ററിന് വലിയ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും വരത്തില്ല. ഇനി നമുക്ക് 2-ാം സ്ഥാനം വരുന്ന സ്കൂട്ടറാണെന്ന് നോക്കാം. 2-ാം സ്ഥാനത്ത് വരുന്ന സ്കൂട്ടർ ഏകദേശം 2008-2009 കാലം തൊട്ട് ഇന്ന് 2024 ഈ ദിവസം വരെ ഇന്ത്യയിൽ തന്നെ ടോപ്പ് 5 സെല്ലിങ്ങിൽ ഉള്ള ആ ലിസ്റ്റിലുള്ളൊരു സ്കൂട്ടറാണ്. സുസുക്കിയുടെ ആക്സസ് 125 ആണ് നമ്മൾ ഈ സീരീസിൽ 2-ാം സ്ഥാനം കൊടുക്കുന്ന സ്കൂട്ടർ വരുന്നത്. ആക്സസ് 125 ഒത്തിരി മാറ്റങ്ങളൊന്നുള്ള പുതിയ മോഡൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരു നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള 2 കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ഫുൾ പ്രീമിയം ലുക്ക് കിട്ടാനായിട്ട് നമുക്ക് നല്ല ക്രോമിൻ്റെ ഒത്തിരി ഓർണമെൻറ്റ്സ് എല്ലാ ഭാഗങ്ങളിലും ഒരു കവർ ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു വണ്ടിക്ക് നല്ലൊരു അപ്പിയറൻസ് കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സുസുക്കിയുടെ പാർട്സും അതുപോലെ തന്നെ മെയിൻ്റനൻസും വളരെ ചീപ്പാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ സിറ്റിയിലും സർവീസും അവൈലബിൾ ആണ്. നമുക്ക് ഈ പറഞ്ഞ ആക്സസ് 125ൻ്റെ മേജറായിട്ടുള്ള ഫീച്ചേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. വാഹനത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സും LED ഹെഡ് ലൈറ്റ്സും യോജിച്ചിട്ടുള്ള ഒരു സിംഗിൾ ഹെഡ് ലൈറ്റ് വരുന്നുണ്ട്. അതിന് ചുറ്റും ക്രോമിൻ്റെ ഓർണമെൻറ്റ്സ് അവർ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ താഴെയായിട്ടും ക്രോമിൻ്റെ ഓർണമെൻറ്റ്സ് വരുന്നുണ്ട്. ഫ്രണ്ട് ഫെൻഡർ മെറ്റൽ തന്നെയാണ് ലഭിക്കുന്നത്. ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ അവൈലബിൾ ആണ്. 12 ഇഞ്ച് അലോയ് വീൽസ് അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ടിൽ വെൻറ്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വാഹനത്തിന് ആകെ വെയിറ്റ് വരുന്നത് 103 കിലോ മാത്രമേ വരുന്നുള്ളൂ. ഗ്രൗണ്ട് ക്ലിയറൻസ് 160 mm ആണ്. വീൽ ബേസ് വരുന്നത് 1265 mm ആണ്. സീറ്റിൻ്റെ ഹൈറ്റ് 773 mm മാത്രം വരുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം പൊക്കം കുറഞ്ഞ ലേഡീസിനും സുഖമായിട്ട് വണ്ടി കയറിയിരിക്കാനും വണ്ടി തിരിച്ച് സ്റ്റാൻഡിട്ട് നിർത്താനും ഓടിച്ചുകൊണ്ട് നടക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഫുൾ ഓപ്ഷൻ ആക്സസ് വരുമ്പോൾ സ്മാർട്ട് കണക്റ്റിവിറ്റി സപ്പോർട്ട് ചെയ്യുന്ന മൊബൈൽ ഫോൺ നോട്ടിഫിക്കേഷനും SMS കോളിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ വരുന്ന ഒരു അടിപൊളി ഡിജിറ്റൽ മീറ്റർ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ആക്സസിൻ്റെ സ്റ്റാൻഡേർഡ് മോഡലായ എല്ലാ വേരിയൻസിലും നമുക്ക് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ളതും മൊബൈൽ ഫോൺ സൂക്ഷിക്കാനുള്ള ഒരു ഗ്ലോ ബോക്സ് ഫ്രണ്ട് സൈഡിൽ വരുന്നുണ്ട്. സീറ്റിൻ്റെ താഴെയുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നത് നമുക്ക് 22 ലിറ്റർ കിട്ടുന്നുണ്ട്. അതുപോലെ ഫ്യൂൾ ടാങ്ക് 5 ലിറ്ററാണ് ഫ്യൂൾ ടാങ്കിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി വരുന്നത്. ഈ ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി 5 ലിറ്റർ കൂടാതെ നമുക്ക് ഫ്യൂൽ ടാങ്കിൽ ഫ്യൂൽ ഫില്ല് ചെയ്യാനായിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കീ പെട്രോൾ പമ്പിൽ ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫ്യൂൽ ഫില്ല് ചെയ്തിട്ട് തിരിച്ചു വരുന്നതാണ്. ഈ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ 2 മോഡൽസിനും എക്സ്റ്റേണൽ ഫ്യൂൽ ഫില്ലിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു അടിപൊളി പ്ലാറ്റ്ഫോം സ്പേസ് നമുക്ക് ആക്സസ് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു വാട്ടർ ഡിസ്പെൻസർ അല്ലെങ്കിൽ ഒരു ഗ്യാസ് സിലിണ്ടർ വരെയും നടക്കാവുന്ന ഒരു അടിപൊളി ഫ്രണ്ട് ഫുഡ് സ്പേസ് നമുക്ക് ആക്സസ് ലഭിക്കുന്നുണ്ട്. സീറ്റിംഗ് പൊസിഷൻ നല്ല കംഫർട്ടബിൾ ആണ്. അത്യാവശ്യം ഹൈറ്റിലാണ് വണ്ടി ഇരിക്കുന്നത്. പിന്നെ എടുത്ത് പറയുന്ന കാര്യം വെച്ചാൽ ഇതിൻ്റെ ഇൻറ്റീരിയറാണ്. നല്ലൊരു ക്രീം കളറിലുള്ള ഒരു പ്രീമിയം പ്ലസ് ഇൻറ്റീരിയർ നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്വിച്ചസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ലിവേഴ്സ് ആയിക്കോട്ടെ എല്ലാം തന്നെ നല്ല ഹെവി ക്വാളിറ്റിയിലാണ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്.
ഇനി നമുക്ക് ഒന്നാം സ്ഥാനത്ത് വരുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം സെയിലുള്ള ബ്രാൻഡായ ഹോണ്ടയുടെ ഏത് സ്കൂട്ടറാണ് ഞാൻ ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് ക്ലാസിക് ഹോണ്ടയുടെ നമ്മുടെ ആക്റ്റീവ മോഡലാണ്. ആക്റ്റീവയിലെ 110 cc മോഡലാണ്. ഇതിന് ചില ആൾക്കാർ ആക്റ്റീവ 7G എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ പക്ഷേ ഞാൻ ഷോറൂമിൽ അന്വേഷിച്ചപ്പോൾ ഇതിന് നോർമൽ 2024 മോഡൽ ആക്റ്റീവ എന്ന് തന്നെയാണ് കമ്പനിയിൽ പറയുന്നത്. 7G ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. 6G കഴിഞ്ഞിട്ട് വന്ന മോഡൽ അവർ 2024 ആക്റ്റീവ എന്നേ പറയുന്നുള്ളൂ, ലേറ്റസ്റ്റ് ആക്റ്റീവ എന്നേ പറയുന്നുള്ളൂ. ഈ വാഹനത്തിൻ്റെ ഓൾ ഓവർ ദ ബോഡി, അതായത് ഹാൻഡിൽ കവർ ഒഴിച്ച് ബാക്കി എല്ലാ പോർഷൻസും ഫുൾ മെറ്റലാണ് കമ്പനി നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ഈ മെറ്റലാണെങ്കിൽ തന്നെ ഈ വാഹനത്തിന് വെയിറ്റ് വെറുതെ 107 കിലോ മാത്രമേ വണ്ടിക്ക് വെയിറ്റ് വരുന്നുള്ളൂ കേട്ടോ. വാഹനത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു ആ ഹാൻഡിൽ കവർ വരുന്ന ഹെഡ്ലൈറ്റ് ആയിക്കോട്ടെ, ഇൻഡിക്കേറ്റേഴ്സ് ആയിക്കോട്ടെ, എല്ലാം തന്നെ ഹാലജൻ ബൾബുകളാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് ഹോണ്ടയുടെ ബാഡ്ജിങ് വരുന്നത്, നമ്പർ പ്ലേറ്റ് പ്ലേസ് ചെയ്യാനുള്ള ക്ലിപ്പ് എല്ലാം തന്നെ വരുന്നത്, ഇതെല്ലാം തന്നെ മെറ്റലിലാണ് തീർത്തിരിക്കുന്നത്. ഫ്രണ്ട് മഡ് ഗാർഡും മെറ്റൽ തന്നെയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ വാഹനത്തിൻ്റെ ഫ്രണ്ട് സേഫ്റ്റിക്കായിട്ട് കോംബി ബ്രേക്ക് സപ്പോർട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 12 ഇഞ്ച് ഡ്രം വീൽസ് നമുക്ക് ആക്റ്റീവയിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കും വണ്ടി സൂപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ ആക്റ്റീവയ്ക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സസ്പെൻഷൻ്റെ 2 സൈഡിലായിട്ട് റിഫ്ലക്റ്റേഴ്സും കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണെങ്കിലും ആക്റ്റീവ ഏറ്റവും അധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട അതിൻ്റെ ഡിസൈനും പിന്നെ സീറ്റിംഗ് കംഫർട്ടും സീറ്റ് ഹൈറ്റും തന്നെയാണ്. ആക്റ്റീവയുടെ ടോട്ടൽ സീറ്റ് ഹൈറ്റ് വളരെ കുറവാണ്, 695 mm മാത്രമാണ് ആക്റ്റീവയുടെ സീറ്റ് ഹൈറ്റ്. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കുറവ് സീറ്റ് ഹൈറ്റ് വരുന്ന ആക്റ്റീവയ്ക്കാണ്. അതുകൊണ്ടാണ് ലേഡീസിനായിക്കോട്ടെ പെൺകുട്ടികൾക്കായിക്കോട്ടെ സുഖമായിട്ട് വണ്ടി കയറുന്ന യാത്രയായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കോക്പിറ്റും ഡിജിറ്റൽ അല്ല അനലോഗ് മീറ്ററുമാണ് നമുക്ക് ആക്റ്റീവിൽ ലഭിക്കുന്നത്. അതിൽ സ്പീഡോ മീറ്ററും അതുകൂടാതെ ഫ്യൂൽ ഗേജ് മാത്രമേ സിമ്പിളായിട്ട് വരുന്നുള്ളൂ. സ്വിച്ചസ് എല്ലാം തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റിയാണ്. ഗ്രിപ്സ് ആയിക്കോട്ടെ ലിവേഴ്സ് ആയിക്കോട്ടെ എല്ലാം തന്നെ ഹെവി ക്വാളിറ്റിയാണ് വരുന്നത്. വാഹനത്തിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ അവൈലബിൾ ആണ്. പിന്നെ മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള ഒരു കീ സ്വിച്ചും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് മൾട്ടി ഫംഗ്ഷൻ കീ സ്വിച്ച്. ഇതിൽ നിന്ന് തന്നെയാണ് സീറ്റും ഫ്യൂൽ ലിഡും ഫ്യൂൽ ഗേജ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. സീറ്റിൻ്റെ താഴെയുള്ള കപ്പാസിറ്റി വരുന്നത് വെറുതെ 18 ലിറ്റർ മാത്രമേ ഉള്ളൂ. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കുറവ് കപ്പാസിറ്റി ആക്റ്റീവയ്ക്കാണ്. പക്ഷേ നമ്മൾ ഈ സീറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഒരു 23 ലിറ്ററിനടുത്തുള്ള സ്റ്റോറേജ് നമുക്ക് തോന്നിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്തേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. കണ്ടോ, എനിക്ക് കണ്ടിട്ട് തോന്നി യമഹയുടെ സ്കൂട്ടേഴ്സിനേക്കാളും കുറച്ചുകൂടി സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്ന ഇതിൽ തോന്നുന്നുണ്ട്. ഫ്യൂൽ ഫില്ലിംഗ് എല്ലാം തന്നെ വണ്ടിയുടെ പുറത്തുനിന്ന് തന്നെയാണ്, എക്സ്റ്റേണലാണ്. 5.3 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വന്നത്. വാഹനത്തിൻ്റെ എഞ്ചിൻ വരുന്നത് 109 cc ആണ്. മാക്സിമം പവർ 7.6 bhpയും മാക്സിമം ടോർക്ക് പുള്ളിംഗ് പവർ വരുന്നത് 8.8 Nm. ടോപ്പ് സ്പീഡ് വരുന്നത് 85 km/h ആണ്. വാഹനത്തിൻ്റെ ഫ്രണ്ട് ബാക്ക് എല്ലാം തന്നെ ഡ്രം ബ്രേക്സ് ആണ് കമ്പനി യൂസ് ചെയ്യുന്നത്. ഡ്രം വീൽസ് ആണ്, അലോയ് വീൽസ് ഒന്നും 2 മോഡലും വരുന്നില്ല. ആകെ വീൽ ബേസ് വരുന്നത് 1260 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 171 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസും വീൽ ബേസും ഈ ഒരു വീഡിയോയിൽ നല്ല അത്യാവശ്യം 110, 120 cc, 125 cc വണ്ടികളിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആക്റ്റീവക്കാണ് ലഭിക്കുന്നത്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹോണ്ടയുടെ പാർട്സ് എല്ലാം വളരെ ചീപ്പാണ്. സർവീസ് എല്ലാ ടൗണിൽ അവൈലബിൾ ആണ്. പക്ഷേ റീസണബിൾ ആയിട്ടുള്ള പ്രൈസേ അവർ വാങ്ങത്തുള്ളൂ.